ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് നേന്ത്രക്കായ കൊണ്ട് ഉപ്പേരി തയ്യാറാക്കി നോക്കാം. അതിനായി കുറച്ച് നേന്ത്രക്കായ തൊലിയെല്ലാം കളഞ്ഞ് ഉപ്പിട്ട വെള്ളത്തിൽ അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനായി ഒരു ഉരുളി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഇന്നിവിടെ 2 രീതിയിൽ ഉപ്പേരി തയ്യാറാക്കുന്നുണ്ട്. ആദ്യം ഉണ്ടാക്കുന്നത് സാധാരണ സദ്യക്കൊക്കെ നമുക്ക് കാണാറുള്ളത് പോലെ ചെറിയ പീസാക്കി, അതായത് നമ്മൾ തോരനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ ഈസിയായി തയ്യാറാക്കാവുന്നൊരു മെത്തേഡാണ്. ഇതിൽ കാണുന്നത് പോലെ ഒരു കായ 4 പീസാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിന് മുകളിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ തന്നെ വെച്ചോ ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്ത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനായി ആദ്യം നമുക്കൊരു ചെറിയ കഷ്ണം ഇട്ട് നോക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയ്ക്ക് മുകളിലോട്ട് പൊങ്ങി വരും. ഇനി ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ കായും എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇട്ടതിന് ശേഷം ചെറുതായൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. കായെല്ലാം ഒരു 80% റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും നിറത്തിനായി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും. അതിനായിട്ട് 2 ഓരോ ടീസ്പൂൺ വീതം ഒരു പാത്രത്തിലെടുത്ത് അല്പം വെള്ളം ചേർത്ത് ഇതുപോലെ കലക്കിയെടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയ മിശ്രിതം ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കുക. എങ്കിൽ മാത്രമേ ഉപ്പും മഞ്ഞളുടെ നിറവും ഉപ്പേരിയിൽ നന്നായി പിടിച്ച് കിട്ടുകയുള്ളൂ. ഉപ്പേരി പാകമായോ എന്നറിയുന്നതിനായി എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതിന് മുമ്പായി തന്നെ അതിൽ നിന്ന് ഏറ്റവും കനം കൂടിയ ഒരു കഷ്ണം നോക്കിയെടുത്ത് ഒന്നൊടിച്ച് നോക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി സാധാരണ രീതിയിലുള്ളത് നോക്കാം. വറുക്കാനുള്ള കായ ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. നേരത്തെ തയ്യാറാക്കിയതുപോലെ തിളച്ച എണ്ണയിലേക്കിട്ട് സെയിം മെത്തേഡിൽ വറുത്ത് കോരിയെടുക്കുക. അങ്ങനെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള ഉപ്പേരിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം.